എൻ്റെ പേര് ഡോക്ടർ അമൽ മാത്യു. ഞാൻ UK GP ആണ്. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ചെയ്തത് വെച്ച് എനിക്ക് റെഫർ കിട്ടിയതാണ് ഡാനിയുടെ. ഡെന്നിസ്, പുള്ളി എമിറേറ്റ്സ് ഒപ്റ്റിക്കൽസിന് ആളാണ്. പുള്ളി ഭയങ്കര ഹാപ്പി കസ്റ്റമറാണ്. അപ്പോൾ പുള്ളിയുടെ എന്തൂസിയാസവും പുള്ളിയുടെ ആ സന്തോഷം കണ്ടിട്ട് നമുക്കറിയാം നല്ലതാണ്. വന്നപ്പോൾ തൊട്ടേ ഫസ്റ്റ് പ്രൊസീജിയർ ചെയ്തപ്പോഴേ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഹോൾ ടീം നല്ല ഓൾ വെൽ ട്രെയിൻഡ്. ഐ ഫെൽറ്റ് അറ്റ് ഹോം. പിന്നെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായില്ല. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞുള്ള വേദനയും അതിൻ്റെ ചെറിയ ഇൻഫ്ലമേഷനൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ദേ വിൽ ഗൈഡ് യു ത്രൂ ഇറ്റ്. സോ ദേ വിൽ മേക്ക് ഷുവർ യു ആർ ഓക്കെ. ഞാൻ UK തിരിച്ചു പോയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഡാനി എപ്പോഴും വിത്തൗട്ട് ഫെയിൽ ഹി യൂസ് ടു സെൻഡ് മീ വോയിസ് നോട്ട്സ്. പിന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്യും, അതിനുള്ള ഗൈഡൻസ് തരും. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആഫ്റ്റർ കെയർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്കറിയാവുന്ന ടർക്കിലൊക്കെ പോയ ആൾക്കാർ അവർ ചെയ്താൽ പിന്നെ അവർ തിരിച്ച് നോക്കത്തില്ല. പിന്നെ അതാണ് പ്രശ്നം. അപ്പം ആഫ്റ്റർ കെയർ ശരിയല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ശരിയാകത്തില്ല, ഹെയർ ഫോൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെക്കൻഡ് സിറ്റിങ്ങിന് ഇപ്പം 2 വർഷം കഴിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷം ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സന്ദർഭം കിട്ടിയില്ല. ഇപ്പം ചെയ്തപ്പം എന്തായാലും ചെയ്യണമെന്ന് തോന്നി. അപ്പം ബാക്കിയും കൂടെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണ്ടവരൊക്കെ ആക്ച്വലി എല്ലാം പിടിച്ച് നോക്കുന്നത് പറയും ഇതാ നിങ്ങളുടെ ഹെയർ തന്നെയാണോ, അത്രയ്ക്ക് അവർക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പണ്ട് എൻ്റെ മുടി പോയപ്പോൾ ഞാൻ ഇങ്ങനെ ജെല്ലൊക്കെ തേച്ച് ഫുള്ള് കാമുഫ്ലേജ് നോക്കുമായിരുന്നു. പക്ഷേ നമുക്കറിയാം എൻ്റെ പഴയ ഫോട്ടോസും എൻ്റെ വൈഫ് ഞാൻ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചത് ഇപ്പം ചെയ്ത് കഴിഞ്ഞാണ് ചെയ്തത്. അപ്പം പുള്ളിക്കാരി പറയുന്നത് തന്നെ ഭയങ്കര വ്യത്യാസമാണല്ലോ. അപ്പം അതൊരു വലിയൊരു പോയിന്റാണ്. ഇതൊക്കെ ഇച്ചിരി സൂപ്പർഫിഷ്യൽ ആണെങ്കിൽ നമ്മൾ ആ ഒരു കോൺഫിഡൻസിന് നല്ലതാണ്. എൻ്റെ ഫാമിലി ഫിസിഷ്യൻ കാരിത്താസിലെ ഡോക്ടറാണ് പുള്ളി, മൻസൂൺ. പുള്ളി പറഞ്ഞു കോട്ടയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു കോട്ടയത്ത് നമുക്ക് അങ്ങനെ റെഫറൽ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സ്ഥലമല്ലല്ലോ ആയിരുന്നു. ഇപ്പം ഏത് വലിയ സിറ്റി പോകുമ്പം അതിന് കോസ്റ്റ് കൂടും. മാത്രമല്ല ഇത്ര ക്വയറ്റ് അറ്റ്മോസ്ഫിയർ കിട്ടത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ രാവിലെ വരുമ്പം ആ സിറ്റിയുടെ ആ ബഹളമോ ഒന്നുമില്ല. പിന്നെ ലൊക്കേഷൻ എവിടെയാണെങ്കിലും ക്വാളിറ്റി, ടീം, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഐ ടോട്ടലി റെക്കമെൻഡ് ഡാനീസ് ഹെയർ ട്രാൻസ്പ്ലാന്റ്.